Hello friends, welcome back Ajmal Hadis Marketing. How to create an ad account. ഒരു ആഡ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. നമ്മൾ പേജ് എടുക്കുക, അതിൻ്റെ അടുത്ത ഭാഗത്ത് മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്നുള്ള ആ ഒരു ഏരിയ ഉണ്ടാവും, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഉടനെ തന്നെ നമ്മളെ ബിസിനസ് സ്യൂട്ടിലെ ഇൻ്റർഫേസിലേക്ക് നമ്മളെത്തും. ഇവിടെയുള്ള പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊരു വിശദമായിട്ടുള്ളൊരു ക്ലാസ് നമ്മൾ പിന്നീട് സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ ഇവിടുത്തെ സെറ്റിങ്സിലേക്ക് പോവാം. താഴെ ആഡ് അക്കൗണ്ടിൻ്റെ ഈ ബിസിനസ് സ്യൂട്ടിൻ്റെ പോർട്ട്ഫോളിയോ സെറ്റിങ്സിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ഭാഗത്ത് താഴെ സെറ്റിങ്സ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബിസിനസ് സ്യൂട്ടിൻ്റെ ഈ ബിസിനസ് പോർട്ട്ഫോളിയോ അജ്മൽ ഹാദി മാർക്കറ്റർ ഒരു പോർട്ട്ഫോളിയോയുടെ സെറ്റിങ്സിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഇവിടെ പീപ്പിൾസ് എങ്ങനെ മറ്റുള്ളവർക്ക് കണക്ഷന് വേറൊരാൾക്ക് എങ്ങനെ ഇതിൻ്റെ ആക്സസ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒക്കെ നമ്മൾ പിന്നീട് പറയും. ഇതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ആഡ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അവിടെ ലെഫ്റ്റ് ഭാഗത്ത് താഴത്ത് ആഡ് അക്കൗണ്ട് എന്നുള്ളതുണ്ട്, അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു ആഡ് അക്കൗണ്ടിൻ്റെ നമ്മൾ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടുകൾ അവിടെ ഉണ്ടാകും. ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ അങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കും. ഇവിടെ ഒരു മുമ്പ് ഒരു അക്കൗണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അജ്മൽ ഹാദി വർക്ക്സ് എന്നൊരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പുതിയൊരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ വലത്ത് ഭാഗത്ത് ആഡ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ പുതിയൊരു ഇൻ്റർഫേസ് ക്രിയേറ്റ് എ ന്യൂ ആഡ് അക്കൗണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ആഡ് അക്കൗണ്ട് നെയിം നമ്മൾ അടിച്ചെടുക്കുക. എന്ത് ആഡ് അക്കൗണ്ടിൻ്റെ പേരെന്താണോ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് അജ്മൽ ഹാദി ബ്രാൻഡ് എന്നാണ്. താഴെ ടൈം സോണ് നമ്മുടെ ഇന്ത്യൻ ടൈമിലെ കൊൽക്കത്ത സോണാണ് കൊടുത്തത്. കറൻസി INR ഇന്ത്യൻ റുപ്പീസ് അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതവിടെ ക്ലിക്ക് ചെയ്യുക. ഐ എന്ന് അടിച്ചാൽ ഐ കൊണ്ട് തുടങ്ങുന്ന കറൻസികളെല്ലാം ഉണ്ടാവും, അതിൽ INR നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ ദീസ് ആഡ് അക്കൗണ്ട് വിൽ ബി യൂസ്ഡ് ഫോർ മൈ ബിസിനസ് ആണോ അല്ലെങ്കിൽ അനദർ ബിസിനസ് ആണോ എന്നുള്ളത് ഉണ്ട്. അതിൽ അനദർ ബിസിനസ് കൊടുത്താൽ അതിൽ നമ്മൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ, പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് മൈ ബിസിനസ് തന്നെയാണ്. മൈ ബിസിനസ് ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ ഒരു പോർട്ട്ഫോളിയോ ഏകദേശം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അവിടെ അഗ്രി കൊടുത്തിട്ട് മറ്റേ ടേംസ് ഓഫ് സർവീസസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് പോളിസീസ് ആ കാര്യങ്ങളൊക്കെ എന്താണ് അഗ്രി കൊടുക്കുക. അവിടെ വൺസ് ആഡഡ് യു കാനോട്ട് റിമൂവ് ദ ആഡ് അക്കൗണ്ട് ഫ്രം ദ ബിസിനസ് പോർട്ട്ഫോളിയോ. ഒരു പ്രാവശ്യം ഒരു ആഡ് അക്കൗണ്ട് ആഡ് ചെയ്താൽ പിന്നെ അത് റിമൂവ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ട്. അങ്ങനെ ഇവിടെ ഡണ്ണ് കൊടുക്കുക. കുറച്ച് കഴിഞ്ഞാൽ ലോഡിങ് ആവും. അങ്ങനെ ഇവിടെ പേയ്മെൻറ്റ് ഇൻഫോ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ കൊടുക്കാം, അത് പിന്നീട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഏതായാലും ഡണ്ണ് കൊടുത്താൽ നമ്മുടെ ആഡ് അക്കൗണ്ട് ആഡ്സ് മാനേജറിലെ ആഡ് അക്കൗണ്ട് അജ്മൽ ഹാദി ബ്രാൻഡ് എന്നൊരു ആഡ് അക്കൗണ്ട് നമ്മളിവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിന് നമ്മൾ മറ്റുള്ളവർക്ക് അസൈൻ കൊടുക്കണമെങ്കിൽ അസൈൻ പീപ്പിൾ, അതായത് നമ്മൾ ഓൾറെഡി നമുക്ക് പീപ്പിൾ ആക്സസ് കൊടുത്ത കുറച്ച് ആളുകളുണ്ട്, അവർക്ക് നമ്മളുണ്ടാക്കിയ ഈ ഒരു ആഡ് അക്കൗണ്ടിൻ്റെ ഈ ഒരു ആഡ് അക്കൗണ്ടിന് മാത്രം നമുക്ക് ആക്സസ് കൊടുക്കാൻ കഴിയും, എല്ലാത്തിൻ്റെയും ആക്സസ് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഓരോന്ന് 1 by 1 കൊടുക്കണമെങ്കിൽ അസൈൻ പീപ്പിൾ, അസൈൻ പാർട്ട്നേഴ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ റൈറ്റ് ഭാഗത്ത് ആ 3 dots ഉള്ളിടത്ത് എഡിറ്റ് കൊടുത്താൽ നമുക്ക് ഈ അജ്മൽ ഹാദി ബ്രാൻഡ് എന്നുള്ള പേര് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ കുറേ കാര്യങ്ങൾ, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആഡ് അക്കൗണ്ടിലേക്ക് എങ്ങനെ പോകാമെന്നുള്ളത് നോക്കാം. ഓപ്പൺ ഇൻ ആഡ്സ് മാനേജർ മുകളിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരെ ആഡ്സ് മാനേജറിലേക്ക് നമ്മൾ ഇവിടുന്ന് ആ ഒരു ഇൻ്റർഫേസിലേക്ക് നമ്മൾ ഓപ്പൺ ആവുന്നതായിരിക്കും. ഇനി ഇവിടെയാണ് നമ്മൾ മെയിൻ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇവിടെ മുകളിൽ അജ്മൽ ഹാദി ബ്രാൻഡ് എന്ന ഒരു ആഡ് അക്കൗണ്ടിൻ്റെ നെയിമിൽ നമ്മൾ ഒരു ആഡ് അക്കൗണ്ടിൻ്റെ ഒരു ഇൻ്റർഫേസ് നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്, അതൊക്കെ പിന്നീട് നമ്മൾ പറയും. ഇപ്പോൾ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഓവർവ്യൂ നമ്മൾ പറയുന്നതായിരിക്കും. ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ പോയാൽ ആഡ് അക്കൗണ്ട് ഓവർവ്യൂ, ക്യാമ്പയിൻസ്, അതുപോലെ തന്നെ ആഡ്സ് റിപ്പോർട്ടിങ്, ഓഡിയൻസ്, ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്സ്, അഡ്വർടൈസിങ് സെറ്റിങ്സ്, ഇവൻറ്റ്സ് മാനേജർ, ഓൾ ടൂൾസ്,
അങ്ങനെ ഓൾ ടൂൾസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ധാരാളം സെറ്റിങ്സും കാര്യങ്ങളും അവിടെ കാണാൻ ഇഷ്ടംപോലെ സെറ്റിങ്സ് ഉണ്ട്. ദിവസവും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദിവസവും അപ്ഡേഷൻസും കാര്യങ്ങളും ഈ മെറ്റയിൽ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുള്ളത്. അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാനും ഓട്ടോമേഷൻ, ഓഡിയൻസ് സെറ്റിങ്സിന്, ഓഡിയൻസ് ടാർഗറ്റിങ്, അങ്ങനെ ഇഷ്ടംപോലെ ലീഡ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമുക്കിതിൽ ഓപ്ഷൻസ് ഉണ്ട് ചെയ്യാനും. ബാക്കി അങ്ങനെ കാര്യങ്ങൾ കുറേ ചെയ്ത് വെച്ചാൽ നമുക്ക് ഓഡിയൻസിനെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ നമ്മൾ അക്കൗണ്ട് ഓവർവ്യൂ ആണ് ഇപ്പോൾ നോക്കുന്നത്. അക്കൗണ്ട് ഓവർവ്യൂവിൽ ഓപ്പർച്യൂണിറ്റി സ്കോറൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് പറയും. ഇവിടെ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളെ ഫോൺ നമ്പർ വെരിഫൈ, ഇമെയിൽ അഡ്രസ്സ് നമ്മൾ മുമ്പ് വെരിഫൈ ചെയ്തതാണ്. വെരിഫൈ ഫോൺ നമ്പർ, ആ ഒരു ഫോൺ നമ്പർ നമ്മൾ ആഡ് ചെയ്യാണ്. ആഡ് ഫോൺ നമ്പർ എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ പുതിയൊരു ഇൻ്റർഫേസ് വരും. അവിടെ കൺട്രി കോഡ് നമ്മൾ കൊടുത്താൽ കൺട്രി കോഡ് നമ്മൾ കൊടുക്കുക. +91 ആണ് കൊടുക്കേണ്ടത്. നമ്മൾ ഇന്ത്യൻ കൺട്രിയുടെ കോഡാണ്. എന്നിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് താഴെ പ്രിഫേർഡ് ലാംഗ്വേജ് അതായത് ഇംഗ്ലീഷ് തന്നെയാണ് അവിടെ കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചാൽ ഒരു കൺഫർമേഷൻ ഈ മൊബൈൽ നമ്പർ തന്നെ ആണോ എന്നുള്ള രീതിയിലുള്ളത് കൺഫർമേഷൻ ഉണ്ട്. ഇത് ഫോൺ കോളിലൂടെയാണോ, ടെക്സ്റ്റ് മെസ്സേജിലൂടെയാണോ, വാട്സപ്പ് മെസ്സേജിലൂടെയാണോ OTP വേണ്ടതെന്നുള്ളത് 3 രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് മെസ്സേജാണ് കൊടുക്കുന്നത്. അങ്ങനെ വാട്സപ്പ് മെസ്സേജിനുള്ള ക്ലിക്ക് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ കൺഫേം ഫോൺ നമ്പർ, അതെ സെൻഡ് ടെക്സ്റ്റ്, ഈ ഒരു നമ്പറിലേക്ക് ഒരു OTP അയക്കുന്നതായിട്ടുള്ള ഒരു ഇൻ്റർഫേസാണ്. അവിടെ സെൻഡ് ടെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ നമ്മുടെ ഫോണിലേക്ക് OTP വരും. ആ OTP നമ്മൾ ടൈപ്പ് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്താൽ യുവർ ഫോൺ നമ്പർ ഹാസ് ബീൻ കൺഫേംഡ്. അങ്ങനെ നമ്മുടെ ഈ ഒരു ഫോൺ നമ്പർ ഈ ഒരു ആഡ് അക്കൗണ്ടായിട്ട് ലിങ്ക് ആയിട്ടുണ്ട്, കൺഫേം ആയിട്ടുണ്ട്. അങ്ങനെ ഡൺ കൊടുത്താൽ വെരിഫൈ ഫോൺ നമ്പർ ആയിട്ടുണ്ട്. ഇനി ക്രിയേറ്റ് ഫേസ്ബുക്ക് പേജ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫേസ്ബുക്ക് പേജ് തന്നെ ആണെന്നുള്ളത് കൺഫേം ആക്കാം. നമ്മൾ വേറെ 2-3-4 ഫേസ്ബുക്ക് പേജ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേത് നമ്മൾ വേണ്ട ഫേസ്ബുക്ക് പേജ് ഏതാണോ അത് നമ്മളവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത ആഡ് പേയ്മെൻറ്റ് മെത്തേഡാണ്. അവിടെ പേയ്മെൻറ്റ് മെത്തേഡിൽ നമ്മൾക്കിപ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. അത് അവിടെ ഇന്ത്യ എന്നുള്ളിടത്ത് സെലക്ട് ലൊക്കേഷൻ ആൻഡ് കറൻസി, ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക. ഇന്ത്യൻ റുപ്പിയാണ്, കൊൽക്കത്ത, അതൊക്കെ നമ്മൾ മുമ്പ് കൊടുത്തതാണ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, UPI ഉണ്ട്, നെറ്റ് ബാങ്കിങ് ഉണ്ട്. കാർഡൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് UPI ആണ്. ഫണ്ട് ചെയ്യുന്നില്ല എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. UPI സെലക്ട് ചെയ്യുക. UPI സെലക്ട് ചെയ്താൽ അതിൻ്റെ ഒരു മൊത്തത്തിലൊരു ബിസിനസ് ഇൻഫോയുടെ ഒരു ഡീറ്റെയിൽസ് നമ്മളോട് ചോദിക്കും. നമ്മളെ ബിസിനസ് അഡ്രസ്സ് ഏതാണ്, കൺട്രി എന്നുള്ളത് കേരളയാണ്, കൺട്രി റീജിയൻ കേരളയാണ്. കേരള സെലക്ട് ചെയ്യുക. GST നമ്പറൊക്കെ ഉണ്ടെങ്കിൽ, ടാൻ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഓപ്ഷനലാണ്, അത് കൊടുക്കാം. അത് എന്നിട്ട് താഴെ ടിക്ക് ചെയ്തിട്ട് യെസ് ഐ ആം ബൈയിങ് ആഡ്സ് ഫോർ ബിസിനസ് പർപ്പസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അതെന്നാണ് അത് കൊടുത്തിട്ട് സേവ് അടിക്കുക. സേവ് അടിച്ചാൽ നേരെ നമ്മൾ എത്ര രൂപയാണ് ഫണ്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇൻ്റർഫേസിലേക്ക് വരും. നമ്മൾ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് 1000 ആണുള്ളത്. നമ്മൾ ചെറിയൊരു സംഖ്യയാണ് തുടക്കത്തിൽ ഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു 30 കൊടുത്താൽ അവിടെ കാണിച്ചാണ്ടോ എൻറ്റേഡ് എമൗണ്ട് ബിറ്റ്വീൻ 40, അതായത് 40ൻ്റെയും 86,815 ഇടയിലുള്ള ഒരു സംഖ്യ അടിക്കണം. അപ്പോൾ 40ന് മുകളിലേക്ക് നമുക്ക് ഫണ്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളവിടെ 40 കൊടുക്കുന്നത്. നമുക്ക് 86,000 വരെ ഫണ്ട് ചെയ്യാനുള്ള, 86,000 മുകളിലേക്ക് ഫണ്ട് ചെയ്യാൻ ഇപ്പം നിലവിൽ ലിമിറ്റ് ഉണ്ട്. കുറച്ച് നമ്മൾ കുറേയൊക്കെ ആഡ് ചെയ്യുക, നമ്മൾ വർക്കൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ലിമിറ്റ് പിന്നെയും കൂടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ 40 എന്നുള്ളത് കൊടുത്തിട്ട് നമ്മളിവിടെ നെക്സ്റ്റ് അടിച്ചാൽ നേരെ UPIയിലേക്ക് പോകും. UPI സ്കാനർ ഉണ്ടാകും, അല്ലെങ്കിൽ UPI ID അടിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് നമ്മൾ ചെയ്യുന്നില്ല, ക്ലോസ് ചെയ്യാണ്. അത് ക്ലോസ് ചെയ്താൽ അവിടെ ഇപ്പോൾ നമ്മളിത് സ്കിപ്പ് ചെയ്യാണ് ജസ്റ്റ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യും, അതെങ്ങനെയാണെന്നുള്ളത് ബില്ലിങ്ങൊക്കെ കാണിച്ചു തരും. എന്നിട്ട് അവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്താൽ നേരെ ഒരു ക്യാമ്പ് സെറ്റ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസിലേക്കാണ് പോവുക. ഒബ്ജക്റ്റീവ്സ് ആണ്, ഇതെന്താണെന്നുള്ളത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയും. കുറച്ച് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മളിവിടെ ഉണ്ട്. ക്യാമ്പയിൻസിലേക്ക് പോയാൽ ക്യാമ്പയിൻസിലേക്കാണ് നമ്മളടുത്ത സെക്ഷന്. അവിടെ ക്രിയേറ്റീവ് സെലക്ട് ചെയ്യുമ്പോൾ ആണ് 6 ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അവെയർനെസ്, ട്രാഫിക്, എൻഗേജ്മെൻറ്റ്, ലീഡ്സ്,
ആപ്പ് പ്രൊമോഷൻസ്, സെയിൽസ്. ഈ 6 രീതിയിൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. 6 എന്തിനൊക്കെ വേണ്ടിയാന്നുള്ള ഒബ്ജക്റ്റീവിൻ്റെ ഒരു തിയറി നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടായിരിക്കും അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ പറയാം. ഏത് രീതിയിൽ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്താലാണ് ഉപകാരം ഉണ്ടാകുക എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ നെക്സ്റ്റ് ക്ലാസ് കിട്ടും. അപ്പോൾ ഓക്കെ, ബൈ.